5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തുടങ്ങാനുള്ള ഫയൽ 1978 മുതൽ മുങ്ങിയിരിക്കുകയാണെന്നും ഇതുവരെ ആ ഫയൽ പൊങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ വീഡിയോ കണ്ടു. അത് പല അധ്യാപക ഗ്രൂപ്പുകളിലും വിദ്യാർത്ഥി ഗ്രൂപ്പുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു പ്രോഗ്രസീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പറയുന്ന ഡേറ്റയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഡേറ്റ പോരാ, കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ 1974 ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ, പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ആദ്യമായി ജോഗ്രഫി ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ അതിനു മുമ്പും ഇവിടെ ജോഗ്രഫി ഉണ്ടായിരുന്നു, ജോഗ്രഫി പഠനം ഉണ്ടായിരുന്നു. പക്ഷേ അത് BA അല്ല, അല്ലെങ്കിൽ BSc അല്ല, പക്ഷേ ജോഗ്രഫി പഠനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില അന്വേഷണങ്ങൾ നടത്തി കിട്ടിയ വിവരങ്ങളാണ്. ഈ വിവരങ്ങളെല്ലാം തന്നിരിക്കുന്നത് ജോഗ്രഫിയുമായും അതുപോലെ തന്നെ മറ്റ് ജിയോളജിയുമായിട്ടും മറ്റ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള ആളുകളാണ്, വളരെ സീനിയറായിട്ടുള്ള ആളുകളുമൊക്കെ തന്നിട്ടുള്ള വിവരങ്ങൾ. ഇതും സമ്പൂർണ്ണമായി കൊള്ളണമെന്നില്ല. ഒരു മാധ്യമ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെൻ്ററികൾ ഒഴിച്ച്, ഡോക്യുമെൻ്ററി ആണെങ്കിൽ കുറേ നല്ല റിസർച്ച് ചെയ്യുന്നതായിരിക്കും. അതേസമയം ഡോക്യുമെൻ്ററികളൊക്കെ ഒഴിച്ച് സ്റ്റോറികൾ, വലിയ സ്റ്റോറികൾ, നീണ്ട സ്റ്റോറികളും അങ്ങനെ റിസർച്ച് ചെയ്യും. പക്ഷേ ചുരുങ്ങിയ സമയത്ത് ചെയ്യുന്നത്, കിട്ടുന്ന ഡേറ്റ വെച്ചായിരിക്കും ചെയ്യുന്നത്. അതിലുള്ള പരിമിതി ആ വീഡിയോയിൽ കാണും. അപ്പോൾ എന്തായാലും എററുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നതാണ്, ഡിലീറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു മാധ്യമ രംഗമാണ്, മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പഴയ ഡയറക്ടറോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോ ഒന്നുമല്ല. ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അത് 2 ചാനൽ നടത്തുന്നുണ്ട്. അതിന് ഞാൻ വിഷയത്തിലേക്ക് വരാം. 1974 ജോഗ്രഫി തുടങ്ങിയെന്ന് ഞാൻ പറയുന്നത് ചിറ്റൂർ കോളേജിൽ. എന്നാൽ 1955 ഇതുവരെ ലഭ്യമാകുന്ന രേഖകൾ അനുസരിച്ച്, ഈ രേഖകൾ ലഭ്യമായിട്ടുള്ളത് B.Ed ട്രെയിനിങ് കോളേജിലാണ്, തിരുവനന്തപുരം തെക്കാടുള്ള B.Ed ട്രെയിനിങ് കോളേജിലാണ്. ഈ രേഖകൾ ലഭ്യമാകുന്ന അനുസരിച്ച് 1955 വരെയുള്ള രേഖകൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1955 മുമ്പും കേരളത്തിൽ ഇത് തുടങ്ങിയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കേഡർ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കേരളത്തിൽ തീർച്ചയായും ഇത് നടത്തിയിരുന്നു. അതായത് നമ്മുടെ ജോഗ്രഫി പഠനം 1955 മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിന് നാച്ചുറൽ സയൻസും പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസും ജിയോഗ്രഫിക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾ എവിടെ ഉണ്ടായിരുന്നു? B.Ed ട്രെയിനിങ് കോളേജിൽ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ പഠിപ്പിച്ചിരുന്നു എന്ന് പറയും. അവിടെ അന്ന് ചെങ്കോട്ടയിലുള്ള ചട്ടനാഥ കരയാളർ എന്ന് പറയുന്ന പ്രൊഫസർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന് ശേഷം ജോർജ് വർഗീസ് സാറിൻ്റെ പേര് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മാധവ് വാര്യരുടെ പേര് പറയുന്നുണ്ട്. ഇങ്ങനെ പല ആളുകളും, പലരും ജീവിച്ചിരിപ്പുണ്ട്, പലരും ആരും ജീവിച്ചിരിപ്പില്ല എന്ന് കരുതുന്നു, എല്ലാവരും മരിച്ചു പോയെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പല ആളുകളുമാണ്. 55 അവിടെ തുടങ്ങിയിരുന്നു. അതിനുശേഷം മദ്രാസ് സർവകലാശാലയിൽ പോയി, കേരളത്തിലെ സാഗർ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ട് ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം മറ്റ് പല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തു. എന്തായാലും അദ്ദേഹം സാഗർ യൂണിവേഴ്സിറ്റി പോയി അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മധുര യൂണിവേഴ്സിറ്റിയിലെ 2 വനിതാ പ്രൊഫസർമാർ, ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഒരാളിൻ്റെ പേരും വീഡിയോയിൽ കൂടി പറയുന്നത് ശരിയല്ല, കാരണം അവരുടെയൊക്കെ മക്കളും ചെറുമക്കളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ വ്യക്തിപരമായി നമ്മൾ ആരുടെയും പേര് പറയുന്നത് ശരി, എന്നാലും ചില ഹിൻറ്റുകൾ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. മധുര യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന 2 വനിതാ പ്രൊഫസർമാരുടെ കൂടെ സർവേ അസിസ്റ്റൻ്റുമാരായി കേരളത്തിൽ നിന്ന് 2 പേർ പോയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് സാഗർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ കേരളത്തിലേക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡായി വരുന്നു, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നു. പിന്നെ അദ്ദേഹം അതിൻ്റെ ഒരു ഡിവിഷൻ്റെ ഹെഡായി അവിടെ അദ്ദേഹം തുടർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കുറേയധികം ചർച്ചകളൊക്കെ ഇവിടെ നടന്നു. എന്നാൽ അതിനുശേഷം അപ്പോൾ 55 വർഷം 1955 മുതലേ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ 55 മുമ്പും ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഭൂമിശാസ്ത്ര പഠനം കേരളത്തിൽ തുടങ്ങിയിരുന്നു എന്ന് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 55 മുതലുള്ള ചരിത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എന്തായാലും 55 മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 10-80 വർഷത്തോളം ആകുന്നു ഭൂമിശാസ്ത്ര വിഷയം കേരളത്തിൽ വന്നിട്ട്. 10-70 വർഷം കഴിയുന്നു. എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് ഇങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നത്? ആരാണ് പ്രതി? ഒരു പ്രതിയെ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ വാദിയുമല്ല, ഒന്നുമല്ല. പക്ഷേ ചിലത് പറയാതെ പോകാനാകില്ല. എന്താണ് സംഭവിച്ചത്? ഒന്ന്, വളരെ ഗൗരവമായി ചിറ്റൂർ കോളേജിലും ആദ്യം തുടങ്ങി, അത് കഴിഞ്ഞ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും തുടങ്ങി. ഈ 2 സ്ഥലത്തും കുറച്ച് അധ്യാപകർക്ക് ജോലി കിട്ടി. എന്നാൽ മൂന്നാമതൊരു കോളേജ് കേരളത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് മഞ്ചേശ്വരം പോലുള്ള, ഞാൻ ആ സ്ഥലം പറയുന്നത് മഞ്ചേശ്വരം വേറെ സ്ഥലമായതുകൊണ്ട്, മഞ്ചേശ്വരം പോലുള്ള പുതിയ ഏതെങ്കിലും കോളേജിൽ കോഴ്സുകൾ തുടങ്ങണമെങ്കിൽ അവിടെ ഒരു പ്രൊഫസർ പോകേണ്ടതുണ്ട്, ഒരു HOD പോകേണ്ടതുണ്ട്. അത് പോകാൻ പലപ്പോഴും തിരുവനന്തപുരത്തുകാർക്കും സമയമില്ല, സമ്മതമുള്ളവരെ പോകാനും അനുവദിക്കത്തില്ല. കാര്യം റൊട്ടേഷനിലൂടെ ബാക്കിയുള്ളവർക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ട്രാൻസ്ഫർ വരുമെന്നുള്ളതുകൊണ്ട് ആരും പോവുകയുമില്ല, പോകാനും അനുവദിക്കുകയുമില്ല. ചിറ്റൂരുള്ളവർ, ചിറ്റൂർ കോളേജിൽ പഠിച്ചവർ ചിറ്റൂർ ജോലി വാങ്ങും.
അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തയ്യാറില്ല. അപ്പോൾ അതൊരു കുടിപ്പകയുടെ ഒരു കഥ. രണ്ടാമതൊരു കഥ, ആരെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി കോഴ്സുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കും. കേരള യൂണിവേഴ്സിറ്റിയിൽ 78-ൽ ഒരു ഫയൽ ഉണ്ടായ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ഫയൽ മുങ്ങി ഇതുവരെ പൊങ്ങിയിട്ടില്ല. അവിടെ സെനറ്റ് മെമ്പർമാരുണ്ടായിരുന്നു. ഒരു ജോഗ്രഫി പഠിച്ചിട്ടുള്ള ഒരാൾ സെനറ്റ് മെമ്പറായി കേരളത്തിലുണ്ടായിരുന്നു. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടായിരുന്നു. എവർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല, രണ്ടുപേരെയും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷെ അവർക്കും കഴിഞ്ഞില്ല, അവർക്കും പരിമിതികളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ചില സംവിധാനങ്ങളും ചില ആളുകളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളുമൊക്കെയാണ് ഇതിനകത്ത് കിടന്ന് കറങ്ങിയത്. ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം തൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി ഉണ്ടെങ്കിൽ അത് ലീവ് എടുത്തിട്ട് പല ദമ്പതികളും കേരളത്തിൽ ജോഗ്രഫിക്കാരായിട്ട് വന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ഇതാണ് പ്രൊഫസർ, ജോഗ്രഫി പഠിച്ചവരാണ്, PG ഒക്കെ കഴിഞ്ഞവരാണ്. അപ്പോൾ അവരിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടി ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടി ഭാര്യയും ലീവ് എടുത്ത് നിന്ന് ജോലികൾ വാങ്ങിയ കഥകളുമുണ്ട്. അപ്പോഴും പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ പല ശ്രമങ്ങളും നടന്നിട്ടില്ല, യാതൊരു ശ്രമങ്ങളും നടന്നിട്ടില്ല. കാലടി സർവകലാശാലയിൽ ഇങ്ങനെ കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിനെയും വല്ലാത്ത രൂപത്തിലാണ് അതിനെ പീഡനം നടന്നത്, വല്ലാത്ത രൂപത്തിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് നടന്നു, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുറന്നു. പക്ഷേ ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്തും ഈ പറയുന്ന പോലെ കുടിപ്പകയും ആളുകളെ തമ്മിലുള്ള തെറ്റിക്കലും, അവിടെ ചെന്ന് ആരെങ്കിലും പുറത്തുനിന്ന് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആരെങ്കിലും പോയി ഏതെങ്കിലും ഒരു ബിരുദത്തിനോ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഗവേഷണത്തിനോ എന്തെങ്കിലും കാര്യത്തിന് പഠിക്കാൻ ചെന്നാൽ അവർ ഏത് നാട്ടുകാരാണെന്ന് നോക്കി, അവരുടെ പ്രൊഫസർമാരാരാണെന്ന് നോക്കി, അവരുടെ സാറന്മാരാരാണ്, ഇങ്ങനെയൊക്കെ നോക്കിയ വലിയ കുടിപ്പകകളുടെയും തമ്മിൽ പാരവെപ്പിൻ്റെയും കഥയാണ് മുഴുവൻ പറയുവാനുള്ളത്. 75 വർഷത്തെ ചരിത്രത്തിന്, 75 ഞാൻ ഈ പറയുന്നതനുസരിച്ച് 100 വർഷത്തെ ചരിത്രം പറയാൻ കഴിയും. 100 വർഷത്തെ ചരിത്രം പറയുന്ന ഒരു കോഴ്സിന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, കേരളത്തിൽ ജോഗ്രഫി കോൺഗ്രസ്സുകൾ നടക്കുന്നില്ല എന്ന്. അപ്പോൾ അതിനെ പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദം എനിക്ക് ഡേറ്റ കിട്ടി. ശരിയാണ്, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജോഗ്രഫിക്കാർ അവരൊരു അസോസിയേഷൻ ഉണ്ടാക്കി, ഒരു സംഘടന ഉണ്ടാക്കി ഒരു കോൺഗ്രസ് നടത്തിയിട്ടില്ല. നാഷണൽ ജോഗ്രഫേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ നാഗിയുടെ ഒരു സമ്മേളനം കേരളത്തിൽ നടന്നിരുന്നു. ഞാനും അതിനകത്ത് പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ ഇന്ത്യൻ ജോഗ്രഫേഴ്സ് അസോസിയേഷൻ IG എന്ന് പറഞ്ഞ് മറ്റൊരു സംഘടന CWRDM, കോഴിക്കോട് CWRDM വെച്ചൊരു സമ്മേളനം നടത്തിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇന്ത്യൻ കാർട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു. ഇങ്ങനെ ഒരു 3 സമ്മേളനം നടന്നിട്ട് ഈ 3 സമ്മേളനവും തീർച്ചയായും നാഷണൽ ലെവലിൽ നിന്ന് സമ്മേളനങ്ങൾ റൊട്ടേഷനിലൂടെ ഇങ്ങനെ കേരളത്തിൽ വന്നാണ്. അതിനുശേഷം അത് വന്നിട്ടുമില്ല. ഞാൻ ഈ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കാം. എന്തായാലും ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠിച്ചിറങ്ങിയവരുടെയും എല്ലാ ആളുകളുടെയും, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എല്ലാവരുടെയും കുറച്ച് പേർ ശ്രമിക്കും, കുറച്ച് പേർ കുടിപ്പക കാണിക്കും. +2 വന്നപ്പോൾ +2വിലേക്ക് ജോഗ്രഫി അധ്യാപകരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അന്നത്തെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും പിന്നെ ചില അധ്യാപകരുടെ നേതൃത്വത്തിലുമൊക്കെ മന്ത്രിമാർക്ക് അപേക്ഷ കൊടുക്കുന്നു. അതേ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റ് അധ്യാപകർ ചിലർ മറ്റ് സബ്ജക്റ്റുകാരെ ഇളക്കിവിട്ട് ജോഗ്രഫിക്ക് കേരളത്തിൽ അത്രയും ആളില്ല എന്നുള്ള വിവരം ലെറ്ററിലൂടെ എവിടെ എത്തിക്കുന്നു? മന്ത്രിയുടെ അടുത്ത് എത്തിക്കുന്നു. മന്ത്രി കൺഫ്യൂഷനിലാകുന്നു, അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അവസാനം മറ്റ് സബ്ജക്റ്റുകളും ജോഗ്രഫിയോടൊപ്പം കയറി വന്നു. ഒരു സബ്ജക്റ്റ് കയറി വരുന്നതിനോടും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഈ വിഷയത്തെ തകർക്കുന്നതിനോട് കൂടെ നിന്നവരും ഒന്നിച്ചു നിന്നവരും ഒരുപാട് പേരുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് പേർ നന്നാക്കാനായി ഓടുന്നു, കുറച്ച് പേർ ചില ശ്രമങ്ങൾ നടത്തുന്നു, മറ്റു ചിലർ ഇതിനെ തകർക്കാൻ ഓടുന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത്? എത്രമാത്രം പ്രശ്നങ്ങളാണ് ഇതിനിടയിൽ കേട്ടുപോയ. ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കൂടി പറയാൻ പറ്റാത്ത കുടിപ്പകയ്ക്ക് പുറമെ മറ്റൊരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ, അതൊന്നും നമുക്കൊരു വീഡിയോയിലൂടെ പറയാൻ കഴിയില്ല. അത്തരത്തിൽ വളരെ ലളിതമായി 2 കോളേജുകളിലായിട്ട് ഇത് ചുരുക്കി മറ്റ് കോളേജുകളിൽ ഇത് വരാതിരിക്കുവാനുള്ള, വന്നാൽ പോകണമെന്നുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടും, ഇനി ആരെങ്കിലും പോവുകയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ പോകേണ്ടി വരുമെന്നുള്ള കാര്യം കൊണ്ടും ഇങ്ങനെ ഒരുപാട് കുടിപ്പകയും തർക്കവും വഴക്കും എല്ലാം കൊണ്ട് 100 വർഷക്കാലത്തിലധികം പഴക്കമുള്ളൊരു വിഷയം കേരളത്തിൽ ഇപ്പോഴും തെരുവിൽ നിൽക്കുകയാണ്. ന്യൂജനാളുകളും അതും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനിടയിൽ ഫെഡറേഷൻ ഓഫ് ജോഗ്രഫേഴ്സ്, അതായത് ഫോറം ഓഫ് ജോഗ്രഫേഴ്സ്, ഫോഗ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. +2 വന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമുക്ക് ജോലി കിട്ടണം, രണ്ടാമത് പറഞ്ഞത് ജോലി കുറച്ച് പേർക്കായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കും. ജോലി കുറച്ച് പേർക്ക് കിട്ടി PSC ലിസ്റ്റ് വഴി, പക്ഷേ വിഷയത്തിന് വേണ്ടി ആരും പ്രവർത്തിച്ചില്ല. ഇപ്പോഴും കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഒന്നുകിൽ ഭർത്താവിന് ജോലി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി, ആരെങ്കിലുമൊക്കെ ലിസ്റ്റിൽ കയറ്റുക, ഒരു ജോലി കിട്ടുക എന്നുള്ളതിനപ്പുറം ഈ വിഷയത്തിന് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. പുതിയ ആളുകൾക്ക് വരുത്താനുള്ള ശ്രമം നടത്തുന്നില്ല.
ആരെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി, അത് അധ്യാപക സമൂഹത്തിൽ നിന്നാവട്ടെ പുറത്തുനിന്നുള്ള സമൂഹത്തിൽ നിന്നാവട്ടെ, ആരെങ്കിലും ഈ വിഷയത്തിന് വേണ്ടി സംസാരിച്ചാൽ ബാക്കിയുള്ളവർ ഗ്രൂപ്പ് കളിച്ച് അവരുടെ അത് ആരാണെന്ന് നോക്കി അതിൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തികൾ, ഒരാളല്ല ഒരു ശക്തി കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാലം എല്ലാം തിരുത്തുമായിരിക്കും. ഈ വിഷയവും നാടിനാവശ്യമുള്ളത് കൊണ്ട് വളർന്നു വരുമായിരിക്കും.